പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിൽ സംസാരിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഞാൻ ഷാർജയിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഷാർജയിൽ ഒരു ആശുപത്രിയിൽ കുട്ടികളുടെ ഡോക്ടറായിട്ട് ജോലി നോക്കുകയാണ്. ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ സമയം മുതൽ ഇന്ന് വരെ ഞാൻ എൻ്റെ സ്റ്റാൻഡ് എപ്പോഴും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരാളാണ്. എൻ്റെ വഴി രാഷ്ട്രീയമല്ല, ഞാൻ രാഷ്ട്രീയം സംസാരിക്കാറുമില്ല. എൻ്റെ പേജിലോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലോ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എൻ്റെ ഭർത്താവിന് ഒരു വോട്ട് വേണമെന്ന് പറഞ്ഞ് ഒരു സ്റ്റാറ്റസ് പോലും ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും പ്രചരിപ്പിക്കാത്ത ഒരാളാണ് ഞാൻ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി എൻ്റെ സ്റ്റാൻഡ് പറഞ്ഞിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വ്യക്തിപരമായിട്ടുള്ള ഞങ്ങളുടെ ജീവിതം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ വഴി എന്തെന്ന് കൃത്യമായ ബോധ്യമുള്ളവരാണ്. അത് കൂട്ടിക്കലർത്താൻ ഇഷ്ടമില്ലാത്തവരാണ്. ഞാനൊരു കുട്ടികളുടെ ഡോക്ടർ എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെ ഇടപെടലുകൾ നടത്തുന്ന ഒരാളും അത് സോഷ്യൽ മീഡിയ എൻ്റെ ഒരു സംവേദന മാർഗമാക്കി ഉപയോഗിച്ച് ആളുകൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉപബോധം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്കൊരു അവയർനെസ് ഉണ്ടാക്കുന്ന ആളുമാണ്. ആ ജോലി ചെയ്താണ് ഞാൻ ഇത്രയും കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ അനാവശ്യമായിട്ട് എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചഴക്കപ്പെടുകയും വലിയ രീതിയിൽ ഞാൻ ഇടുന്ന ക്ലാസ്സുകൾക്ക് താഴെയൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്ക് നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും നിങ്ങളിൽ പലരും എന്നെ വിളിച്ച് അതിലൊരു ബൈറ്റ് തരാനും പ്രതികരിക്കാനും പറഞ്ഞപ്പോൾ പോലും ഞാനതിന് തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. കാരണം സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഞാൻ എന്നും പറയുന്ന കാര്യമാണ്. അത് എല്ലാ പാർട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു പാർട്ടി മാത്രം എന്ന് പറഞ്ഞ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. കാരണം ഇതൊക്കെ ചെയ്യുന്നത് വ്യക്തികളാണ്. വ്യക്തികളുടെ മനോവൈകല്യമാണ് അവിടെ എല്ലാം മുഴച്ചു നിൽക്കുന്നത്. അപ്പം ഞാൻ എന്നും എതിർത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ എതിർത്തിട്ടുള്ളതെന്ന് പറയുന്നത് ആ വ്യക്തികളെയാണ്, അവരുടെ മനോവൈകല്യത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞാൻ അതിനെതിരെ കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും കേട്ട വാദം എന്ന് പറയുന്നത് ഇത് ഇരവാദമാണ്. ഇരവാദം നടത്തി, അതായത് എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നേ എന്ന് കരഞ്ഞ് ഭർത്താവിന് വേണ്ടി വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആ ഒരു ചീത്തപ്പേരും എനിക്ക് കേൾക്കേണ്ടി വന്നു. പക്ഷെ അതിലും ഞാൻ പ്രതികരിക്കാൻ തയ്യാറായില്ല. കാരണം അതൊന്നും പ്രതികരണം അർഹിക്കുന്നില്ല എന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലൊന്നും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ പേജ് വഴി കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ സരിൻ പറഞ്ഞ പോലെ ഞാൻ 20-ാം തീയതി 19-ാം തീയതിയോ 18-ാം തീയതിയോ വന്ന് എൻ്റെ വോട്ട് രേഖപ്പെടുത്തി പോവാൻ വേണ്ടി മാത്രം തീരുമാനിച്ച ഒരാളാണ്. പക്ഷേ ഈ 2 ദിവസം മുന്നേ വരേണ്ടി വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വളരെ ദൗർഭാഗ്യകരമായിട്ട് വീണ്ടും അനാവശ്യമായി എൻ്റെ പേര്, അതും ഒരു വ്യാജ വോട്ട്, ഒരു കള്ളി എന്നുള്ള രീതിയിൽ വ്യാജ വോട്ടിന് ഉടമ അല്ലെങ്കിൽ വ്യാജ വോട്ടർ പട്ടികയിൽ വ്യാജമായിട്ട് പേര് ചേർത്തു എന്നൊക്കെ പറഞ്ഞ്, അതും വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കം പല രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞതായിട്ട് ഞാൻ ഷാർജയിൽ ഇരുന്നു കൊണ്ടാണ് ഇതൊക്കെ കണ്ടത്. എനിക്ക് വളരെയധികം വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ പാതയാണ്, എൻ്റെ പാതയല്ല. ഞാൻ അതിൽ നിന്ന് എപ്പോഴും വിട്ടുനിന്ന ഒരാളാണ്. പക്ഷേ എങ്കിൽ പോലും രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യവും മനസ്സിലാക്കാതെ, ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കും നടത്താതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ കുടുംബാംഗങ്ങളായിട്ടുള്ള ആളുകളെ മോശമായി പറയുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഏത് പാർട്ടി ചെയ്താലും അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല.